സൂരജ് ലാമയുടെ തിരോധാനത്തിലെ ദുരൂഹതകൾ ഏറെയാണ്. ഒക്ടോബർ 5-ന് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ സൂരജ് ലാമ ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു നടന്നു. സൂരജ് ലാമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കടക്കം ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് മകൻ സാന്റൺ ലാമയുടെ ആരോപണം. വ്യാജ മദ്യദുരന്തത്തിൽ ഓർമ്മശക്തി നഷ്ടമായ സൂരജ് ലാമയെ വിസ കാലാവധി അവസാനിച്ചതോടെയാണ് കുവൈത്തിൽ നിന്ന് നാട് കടത്തിയത്. അങ്ങനെയാണ് ഒക്ടോബർ 5-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. ഫീഡർ ബസ്സിൽ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയ സൂരജ് ലാമയെ പിന്നീട് തൃക്കാക്കരയിൽ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സ്ട്രെയിഞ്ചർ എന്ന് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. മരിച്ചത് സൂരജ് ലാമയാണെന്ന സംശയം ബലപ്പെടുത്തുന്ന ഒരു കാരണം NIA ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ CCTV ക്യാമറയാണ്. ഒക്ടോബർ 10-ന് രാത്രി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ സൂരജ് ലാമ ഈ വഴിയിലൂടെയാണ് കടന്നുപോയത്. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ പിന്നീട് സൂരജ് ലാമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. NIA ഓഫീസിൽ നിന്നും വെറും 500 മീറ്റർ മാത്രം അകലെയുള്ള ഈ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അതായത് HMTയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്. മൃതദേഹം കണ്ടെത്തുമ്പോൾ അഴുകിയ നിലയിലായിരുന്നു. 2 മാസം പഴക്കമുണ്ട്. അതുമാത്രമല്ല, കാണാതാകുമ്പോൾ സൂരജ് ലാമ ധരിച്ചിരുന്ന വസ്ത്രത്തിന് സമാനമായ വസ്ത്രം ഇവിടെ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് മരിച്ചത് സൂരജ് ലാമയാണെന്ന നിഗമനത്തിലെത്താനുള്ള മറ്റൊരു കാരണം. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവശനിലയിലായിരുന്ന സൂരജ് ലാമ ഇവിടെ എത്തിയ ശേഷം വീണു മരിക്കുകയായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. എന്നാൽ അക്കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. നേരത്തെ സൂരജ് ലാമയെ ഇവിടെ വെച്ച് കണ്ടുവെന്ന് ഒരു ഓട്ടോ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അക്കാര്യം സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഓർമ്മശക്തി നഷ്ടമായ അവശനിലയിലായിരുന്ന ഒരാളെ കൈകാര്യം ചെയ്തതിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കടക്കം വീഴ്ച സംഭവിച്ചുവെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇമിഗ്രേഷനെതിരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെയും പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണമാണ് മകൻ ഉന്നയിക്കുന്നത്. ഈ സിസ്റ്റം തന്റെ അച്ഛന്റെ ജീവൻ എടുത്തുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പലർക്കും ഒരു ചോദ്യമുണ്ടാകും, ആരാണ് ഈ സൂരജ് ലാമ? അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇന്ന് കോടതി വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് സൂരജ് ലാമയുടെ പശ്ചാത്തലം നമ്മളൊന്ന് വിശദമായി പരിശോധിച്ചു. ബംഗളൂരു സ്വദേശിയാണ് നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന സൂരജ് ലാമ. ഹോട്ടൽ വ്യവസായിയായിരുന്നു 58 വയസ്സുള്ള സൂരജ് ലാമ. ഓഗസ്റ്റ് ആദ്യവാരത്തിൽ കുവൈറ്റിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിന് ഇരയായി സൂരജ് ലാമ. അതിൽപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. ആ ചികിത്സയുടെ ഇടയിൽ വിഷമദ്യ ദുരന്തത്തിന്റെ ഭാഗമായി ഓർമ്മ നഷ്ടപ്പെട്ടു. സൂരജ് ലാമ ആശുപത്രിയിലായത് കുടുംബം അറിഞ്ഞിരുന്നുമില്ല. ഒക്ടോബർ 5-ാം തീയതി ബന്ധുക്കളെ ഒന്നും അറിയിക്കാതെ സൂരജ് ലാമയെ സ്വദേശമായ ബംഗളൂരു നഗരം കൊച്ചിയിലേക്ക് കുവൈറ്റിൽ നിന്ന് വിമാനം കയറ്റിവിടുകയാണ്. സ്വന്തം പേര് പോലും ഓർമ്മയില്ലാതിരുന്ന ഒരു മനുഷ്യനെയാണ് കയറ്റിവിട്ടത് എന്നോർക്കണം. 5-ാം തീയതി സൂരജ് ലാമ വന്ന് വിമാനമിറങ്ങുകയാണ്. മെട്രോ ഫീഡർ ബസ്സിൽ കയറി ആലുവ മെട്രോ സ്റ്റേഷൻ പരിസരത്തേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. കളമശ്ശേരിയിൽ പലയിടത്തും സൂരജ് ലാമയെ കണ്ടു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ സൂരജ് ലാമയെ കൊച്ചിയിലേക്ക് കയറ്റിവിട്ടു. ഇത് അറിഞ്ഞ കുടുംബം സൂരജ് ലാമയെ തേടി കൊച്ചിയിലേക്ക് വരുന്നതോടെയാണ് കഥ മാറുന്നത്. കാണാനില്ല എന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങുകയാണ്. സൂരജ് ലാമയുടെ ഫോട്ടോയുമായി കൊച്ചിയിൽ പലയിടത്തും ആ മകൻ തെരഞ്ഞു നടന്നു. അന്വേഷണം നടത്തി. നെടുമ്പാശ്ശേരി പോലീസിൽ പരാതിയും നൽകി. ഒക്ടോബർ 8-ാം തീയതി തൃക്കാക്കര ഹൗസിംഗ് കോളനിയുടെ പരിസരത്ത് അലഞ്ഞുതിരിയുന്ന സൂരജ് ലാമയെ കണ്ട് നാട്ടുകാർ പോലീസിനെ ഈ വിവരം അറിയിക്കുന്നു. തുടർന്ന് കസ്റ്റഡിയിലെടുത്തു. ഇദ്ദേഹത്തെ തനിച്ച് ഒരു ആംബുലൻസിൽ കയറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അവിടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനെയും ആരും ശ്രദ്ധിക്കാത്തതിനാൽ ഇറങ്ങിപ്പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഹൈക്കോടതിയിൽ കുടുംബം കൊടുത്ത ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ ഭാഗമായി കോടതി ഇടപെട്ടു. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സൂരജ് ലാമയുടെ തിരോധാനം അന്വേഷിച്ചു. ഇതാണ് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളായി സൂരജ് ലാമയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനത്തിൽ പോലീസിന് സംഭവിച്ചിട്ടുള്ള വീഴ്ച അതിന്ന് ഹൈക്കോടതി അക്കമിട്ട് പറയുകയാണ്. രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. മൃതദേഹം ലഭിച്ചത് പോലീസിന്റെ മൂക്കിന് താഴെ നിന്നാണ്. ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇതുപോലെ എത്ര മൃതശരീരങ്ങൾ കിടപ്പുണ്ടാകുമെന്നാണ് കോടതി ചോദിച്ചത്. എല്ലാ വശങ്ങളും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസിന് നിർദ്ദേശവും നൽകി.
ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ചേരുന്നു നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, ഈ കേസ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നത് ഒറ്റനോട്ടത്തിൽ വ്യക്തമല്ലേ? അങ്ങനെ തന്നെയാണ്. ഒന്ന്, സൂരജ് രാമയെ ഒപ്പമാരുമില്ലാതെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും അവിടെ നിന്ന് സൂരജ് രാമ ഇറങ്ങി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ വലിയ വീഴ്ചയുണ്ട്. അതാണ് ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതും. അതിന് ഹൈക്കോടതി മുഖവരിയായി തന്നെ പറയുന്നത് കാണാതായവരുടെ കാര്യം മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നതാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ രീതിയിലുള്ളൊരു ഡിവിഷൻ ബെഞ്ചാണ് ഈ രീതിയിലുള്ളൊരു നിരീക്ഷണം നടത്തുന്നത്. പോലീസിന്റെ മൂക്കിന്റെ താഴെ നിന്നാണ് ഒരു മൃതദേഹം ലഭിച്ചത്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് ആളുകൾ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? നാളെ ആരെങ്കിലും കൊന്ന് അവിടെ കൊണ്ടിട്ടാലോ? മൃതദേഹം സൂരജ് രാമയുടേത് അല്ല എങ്കിൽ മറ്റാരുടേത് എന്ന് അറിയണമെന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എല്ലാ വശങ്ങളും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് കൊച്ചി സിറ്റി പോലീസിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ എത്ര മൃതദേഹ ശരീരങ്ങൾ കിടപ്പുണ്ടാകും എന്ന കാര്യം കൂടി ഹൈക്കോടതി ചോദിക്കുന്നു. 5 പേരെങ്കിലും കഴിഞ്ഞ മാസങ്ങളിൽ ഈ നഗരത്തിൽ വെച്ച് ഈ രീതിയിൽ കാണാതായിട്ടുണ്ട് എന്നതാണ് ഹൈക്കോടതി മറ്റൊരു നിരീക്ഷണമായി പറയുന്നത്. നഗരത്തിൽ ഇത്തരം ഇടങ്ങളിൽ CCTV നിരീക്ഷണം അനിവാര്യമാണ്. പോലീസ് ഗൗരവതരമായി ഇടപെടണം. മാത്രമല്ല ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കേണ്ട ഇടത്തു നിന്നാണ് ഒരു മൃതദേഹം സിറ്റി സ്ഥാപിക്കാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സൈറ്റാണ് HMTയുടെ ഉടമസ്ഥതയിലുള്ള കളമശ്ശേരിയിലെ കാട് പിടിച്ച് കിടക്കുന്ന ഇടം. അവിടെ ആരെങ്കിലും കൊണ്ടുപോയി കൊന്നിട്ടാൽ പോലും ആരും അറിയില്ല. അവിടെയൊക്കെ കൃത്യമായ പട്രോളിംഗ് നടക്കുന്നുണ്ടോ, അതോ ചുമ്മാ വണ്ടി ഓടിച്ച് പോകുന്നതേ ഉള്ളൂ? അതാണ് കോടതി ചോദിച്ചത്. അതിനെന്താണ് നമ്മുടെ സംവിധാനത്തിന് പറയാനുള്ള മറുപടി എന്നതുകൂടി അറിയണം.